എറണാകുളം പെരുമ്പടപ്പ് നിവാസികൾ കുടിക്കാനുള്ള കുടിവെള്ളമില്ലാതെയും രാത്രികാലങ്ങളിൽ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെയും വർഷങ്ങളായി ദുരിതത്തിലാണ്. വേമ്പനാട് കായലിൽ നിന്നുള്ള വേലിയേറ്റവും വേലിയിറക്കവുമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. രേണുക രാജേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞങ്ങൾക്കൊരു കിടക്കാൻ കൂടി പറ്റണില്ല. എല്ലാ ദിവസവും രാവിലെ വെള്ളം പോകാൻ പറ്റിച്ച് കളയാണ്. ജോലിക്ക് പോണത്, ജോലിക്ക് പോട്ടിരിക്കാൻ പറ്റുക. ഒരു മരിപ്പ് വന്നാലും അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് നമുക്ക് കിടത്തണം. അത്ര പോലും ഞങ്ങൾക്ക് വീട്ടിൽ പോലും കിടത്താൻ പറ്റാത്ത അവസ്ഥകളാണ്. കിടക്കാൻ കൂടി ഒരിടമില്ല. വെള്ളം കയറാൻ ആ ഒരു കട്ടിലാണ് വെള്ളം. ഞങ്ങൾ മൂന്നേരും, ഞാനും എന്റെ ഭർത്താവും മകളും ഞങ്ങൾ മൂന്നേരം കട്ടിലേക്ക് കയറി നേരം വെളുക്കോളം. എന്ത് ചെയ്യാനാണ് ഇങ്ങനെ വെള്ളം കയറി? കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളം പോലും കൃത്യമായി ലഭിക്കുന്നില്ല. കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ഉപ്പുവെള്ളവും ചേറും ചുവയും. അത്യാവശ്യത്തിന് ശുദ്ധജലം കുടിക്കണമെങ്കിൽ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണം. ഉപ്പുവെള്ളവും ചേറുവെള്ളവും ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്ത് 60 രൂപ കൊടുത്താൽ ഒരു കുപ്പി വെള്ളം ഞങ്ങൾ മേടിച്ച് കുടിക്കണം. ബാങ്കുകളിൽ നിന്ന് പലിശയെടുത്തു വെച്ച വീട് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴും. ഉപ്പുവെള്ളം കയറി ചുമരുകളെല്ലാം പൊടിഞ്ഞു തുടങ്ങി. കായൽ വെള്ളം അടിച്ചു കയറി ചുമരു നിറയെ ഉപ്പുകട്ടകളാണ്. എപ്പോഴും ഉപ്പാണ്. എപ്പോഴും ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു നേരത്തും ഈ പൊടി വീഴാതിരിക്കുമല്ലോ. ഇപ്പൊ കാലത്തൊരടി കഴിഞ്ഞ് തുടയെ കഴിഞ്ഞതാണ്, എന്നിട്ട് വീണിരിക്കണണ്ട. അതാണ് അവസ്ഥ ഞങ്ങളുടെ. ദുരിതം സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് താമസം മാറിപ്പോയവർ നിരവധിയാണ്. രാവിലെ 3 മണിയോടെ വേലികയറ്റമുണ്ടാകും. ശേഷം വേലിയിറക്കമാകുന്നതുവരെ ഭീതിയുടെ നിഴലിലാണ് ഓരോരുത്തരും വീടുകളിൽ കഴിയുന്നത്. തിന്നണ ഭക്ഷണം പോലും ഞങ്ങൾക്ക് തുറന്നു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം. എല്ലാം മൂടി പൊതിഞ്ഞ് വെക്കണം. പഴം തുണിയിട്ടൊക്കെ മൂടി വെക്കണേ ഞങ്ങൾ. വെള്ളം കോരി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വെള്ളമൊക്കെ പെരേന്ന് പറ്റി തുടച്ചൊക്കെ കളണം. എന്നാലും അതൊക്കെ തെള്ളി വീണിട്ട് പിന്നെയും അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭക്ഷണം വേവിക്കാനാ എടുക്കാനാ ഞങ്ങൾക്ക് പറ്റണില്ല. ഇപ്പം കിടന്നിറങ്ങണമെങ്കിൽ നോക്കി ഇറങ്ങിയിട്ട് വേണം. വെള്ളം ഉണ്ടാകുന്ന തപ്പി നോക്കണം. ഈ ഇടയിൽ കൂടി കട്ടിലകത്തിട്ടേക്കണേ, അതിലെ കൂടി കൈയിട്ട് നോക്കണം വെള്ളം ഉണ്ടാകുന്നു. എന്നിട്ട് വേണം ഇറങ്ങാനായിട്ട്, ഇല്ലെങ്കിൽ അലച്ച് വീണ് ചാവും. വീട് മുഴുവൻ ചേറ് കലർന്ന വെള്ളമായതോടെ ജോലിക്ക് പോകാനോ പഠിക്കാനോ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഈ വെള്ളം കയറിയിട്ട് ഒരാഴ്ച പോലും പഠിക്കാൻ പോകാണ്ട് പെരക്കാത്തിരുന്നു. കാരണം 2 പേരും കാല് പൊട്ടി. ഈ ചീത്ത വെള്ളത്തിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞ് ഒന്നത് എലിപ്പനി, അവിടെ ഡെങ്കിപ്പനി, എല്ലാ പനിയും കൂടെയുള്ള ഈ അവസ്ഥയിൽ പിള്ളേർ പഠിക്കാൻ പോകാണ്ട് ഒരാഴ്ചയോളം പെരക്കാത്തിരുന്നു വെച്ച്. മോക്ക് 7:30 ഇറങ്ങണം. 7:30 മോള് പോകുമ്പോൾ മുട്ടറ്റം വരെ വെള്ളം നീന്തിയാണ് അവള് പോണത്. കായലിൽ കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെങ്കിലും കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുസാറ്റിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വേമ്പനാട് കായലിന് അടിയന്തരമായിട്ട് 4 മീറ്റർ ആഴം വെക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷനിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ 16 ഡിവിഷനുകൾ അതീവ വെള്ളപ്പൊക്ക സാധ്യത എന്നാണ് പറയുന്നത്. ഈ 16 ഡിവിഷനുകളിൽ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. കറൻറ്റ്ലി ഇപ്പോൾ ഈ വെള്ളം കയറുന്നതിന് പരിഹാരമെന്ന് പറയുന്നത് കായൽ ട്രെഡ്ജിങ് തന്നെയാണ്. കായൽ ട്രെഡ്ജ് ചെയ്ത് കായലിലെ കിടക്കുന്ന ചെള്ളയും മണ്ണും കരയിലേക്ക് കയറ്റാതെ ഇതിനൊരു പരിഹാരവും കാണാൻ പറ്റില്ല. ഈ സ്ഥിതി തുടർന്നാൽ കൊച്ചിയിലെ 14 ഡിവിഷനുകൾ അതീവ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് കണ്ടിട്ട് പോലും കോർപ്പറേഷൻ ഈ നടപടി സ്വീകരിക്കുന്നില്ല. 2 ആഴ്ച മുന്നേ ഇവിടെ വന്നിട്ട് കാണാൻ ശരിയാക്കാം, അത് പൊക്കാന്ന് പറയണല്ലാതെ ഇതിനൊരു തീരുമാനം വേണ്ടേ? കുടിക്കാൻ വെള്ളം വേണ്ടേ? ബോട്ടിൽ വെള്ളം ഡെയിലി എന്ന് പറഞ്ഞ പോലെ കാശ് കൊടുത്ത് മേടിക്കണേ. ദുരിതഭീതിയിലായ പെരുമ്പടപ്പ് നിവാസികളോട് കോർപ്പറേഷൻ അധികാരികൾ കണ്ണടയ്ക്കുകയാണ്. ഇവരുടെ പ്രശ്നത്തിന് അധികാരികൾ പരിഹാരം കണ്ടേ തീരൂ. ദുരന്ത കഥയാണ് ഇവിടെ ഒടുങ്ങാതെ നിൽക്കുന്നത്. കുടിക്കാനൊരു തുള്ളി വെള്ളമില്ല നേരജവേ, അതും പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങണം. ലോഡെടുത്ത് വീട് വെച്ചാലും വീട് പകുതിയും പൊളിയുന്ന അവസ്ഥ. ദുരന്തകാലം തന്നെയാണ് ഇവിടെ തുടർച്ചയായി വർഷങ്ങളായി ഈ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണം.
കൃത്യമായ നടപടി വേണം. കൃത്യമായ നടപടിയിലൂടെ ഇവർക്കൊരു സ്ഥിരമായ ഒരു ഉറക്കം വേണം. ക്യാമറ പേഴ്സൺ ജിഷ്ണു കെയറിനൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.